ഞാൻ ഇപ്പോൾ ഉള്ളത് ജബൽ ജെയ്സിലാണ്. ജബൽ ജെയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ UAE തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു മൗണ്ടനാണ് ജബൽ ജെയ്സ്. ഈ ജബൽ ജെയ്സിൻ്റെ ഏറ്റവും ടോപ്പ് നിന്ന് ഏകദേശം 1600 ഫീറ്റ്, സമുദ്രത്തിൽ നിന്നും 1600 ഫീറ്റ് മേലെ ഹൈറ്റിൽ നിന്ന് 2.8 കിലോമീറ്റർ 160 സ്പീഡിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഒരു പോയിന്റ്. ഇവിടുന്നാണ് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവർ ഇതേപോലെയുള്ള വണ്ടിയിൽ കൊണ്ടുപോയി അങ്ങോട്ട് അതിൻ്റെ മേലെ ഈ കാണേണ്ട അറിയില്ല, ഏകദേശം ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുപോകും. ഇവിടുന്ന് ഇതിൻ്റെ എന്ത് ചെയ്യും, സിപ്പ് ലൈനിൽ താഴെ കൊണ്ടിറക്കിയിട്ട് പിന്നെ അവിടുന്ന് റിട്ടേൺ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഇത്രേ ഉള്ളൂ. ഇതിന് ഏകദേശം വരുന്നത് മേലെ പോവാം. ഇതിന് ഏകദേശം വരുന്നത് 400 ദിറംസ് ആണ്. 400 ദിറംസ് വരും. ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു 9000 രൂപൻ്റെ അടുത്ത് വരും. ഇത് ഒരു 10-15 മിനിറ്റത്തെ പരിപാടി ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതേപോലെ പറയുന്നത് എക്സ്ട്രാ ഫീസ് വരും. ഇപ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്തത് 4 മണിക്കത്തെ സ്ലോട്ടിലേനു. 4 മണിൻ്റെ മുന്നേ വന്നുകൊണ്ട് തന്നെ എനിക്കൊരു എക്സ്ട്രാ 50 ദിറംസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു അടുത്ത സ്ലോട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. പ്ലസ് നിങ്ങൾ GoPro ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ GoProൻ്റെ താഴെ വരുന്നത് ഒരു ഇതുണ്ടല്ലോ, ഒരു മൗണ്ട് ഉണ്ടല്ലോ, ആ മൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ മൗണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 90 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്യാമറ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് തരും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി. അപ്പോൾ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ ഇതേമാതിരി ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് ഇതിനെ തൊട്ടടുത്തിട്ട്. ആ സ്റ്റെപ്പ് കയറിക്കൊണ്ടേ ഇരിക്കുക, മേലൊക്കെ പോവുകയാണ് മേലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. എൻ്റെ കൂടെ എറിക്കുണ്ട്, മുബഷിറുണ്ട്. ഓക്കെ, കയറി പോയേക്കാം. എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 160, 120 to 160 സ്പീഡിലാണ് നമ്മളെ പോവുക. അത് കാറ്റിനും നമ്മളെ ബോഡി വെയ്റ്റിനും അനുസരിച്ചിട്ട് സ്പീഡ് കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ഒരു ലെവൽ എക്സ്പീരിയൻസ് ആണ്. പൈസ നോക്കിയിട്ട് കാര്യമില്ല, പൈസ ഇന്ന് വരും നാളെ പോവും. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ റിട്ടേൺ ദുബായിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ എല്ലാ സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. ഏതായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, വർത്താണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് സ്കൈ ഡൈവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്തായാലും ഇതിൻ്റെ മേലത്തെ വ്യൂ നോക്കട്ടോ. മൈക്കിലൊക്കെ കുറേ റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ ഒന്നും റെക്കോർഡായില്ല. കാരണം ഈ മൈക്ക് GoPro ഇന്ത്യ ഇപ്പോൾ എന്തല്ലേ അപ്പോൾ യൂസിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറേ സെറ്റിങ്സ് കാര്യങ്ങൾ, അതായത് നമ്മൾ മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓണാവണം, അവിടെ ഓണാവണം. ഇനി ഇൻ കേസ് മൈക്ക് ഓഫ് ആയിക്കാന്നുണ്ടെങ്കിലും കേബിൾ റിമൂവ് ചെയ്തിടണം. അല്ലാന്നുണ്ടെങ്കിൽ GoProൻ്റെ ഡിഫോൾട്ട് മൈക്കിൽ റെക്കോർഡ് ആവില്ല. ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴേ എൻ്റെ ആഗ്രഹത്തിന് കട്ടൊക്കെ കൂടെ നിന്ന് നടത്തി തന്ന 2 ചങ്കളാണ്. ഒന്ന് എറിക്കും, ഒന്ന് മുബഷിറും. അപ്പോൾ ഓൽക്കൊന്നും ഒരിക്കലും നമുക്ക് തീർത്ത കടപ്പാടാണ്, നന്ദിയാണ്. എനിവേ താങ്ക് യു എറിക്, ബിക്കോസ് വെൻ ഐ സേഡ് ഐ വാണ്ട് ടു ഡു ദിസ്, മറക്കാൻ പറ്റാത്ത ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യാനല്ലേ. ഏതായാലും എവരിബഡി മസ്റ്റ് ട്രൈ. നമ്മൾ ദുബായിൽ UAE ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയാണ് ഇതിന്. വേൾഡിൽ തന്നെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈന് 2.8 മീറ്റർ, 1600+ ഫീറ്റ് ഫ്രം സീ ലെവൽ. ഓക്കെ, എൻട്രി ചെയ്യണേ ആ ഒരു ഓഫീസിൻ്റെ അവിടെ നിന്ന് സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലുള്ളൊരു വ്യൂ വേറെ തന്നെ ലെവൽ വ്യൂ, ഒന്നും പറയാനില്ല, സൂപ്പർ വ്യൂ. ഇതൊക്കെ വലിയ കൊക്കയുടെ താഴത്തേക്ക്. നമ്മളിവിടുന്ന് രാവിലെ വന്നേനെ, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സിപ്പ് ലൈന് ചെയ്യണ എക്സൈറ്റ്മെൻറ്റിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നൊരു പ്രശ്നമല്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടല്ല. കാരണം ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, നമ്മളുണ്ടല്ലോ ചെറുപ്പത്തിലൊക്കെ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ തലേ ദിവസം ഉറങ്ങൂലല്ലോ, അതേപോലെ ഒരു ഭയങ്കര എക്സൈറ്റുള്ളൊരു സംഭവം എനിക്കിത് എൻ്റെ ലൈഫിൽ ചെയ്യണമെന്നില്ലേ ആഗ്രഹമുള്ളൊരു സംഭവം. ഈ ജബൽ ജെയ്സിലെ ജെയ്സ് ഫ്ലൈറ്റ് അതെന്തായാലും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഡൺ ആക്കിയിട്ടുണ്ട്. അതിന് പഠിച്ചതിനോട് നന്ദി പറയണേ.
എന്തായാലും പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൊണ്ടോ. നമ്മൾ ശരിക്കും ഒരു പറക്കണ ഫീലാണ്, ശരിക്കും ഒരു പറക്കണ ഫീല്. ഒരു 160 km/h സ്പീഡിൽ പറന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു ഫീലാണ്. വേറെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. താങ്ക് യു അൽഹംദുലില്ലാ. ഇനി നമ്മൾ നേരെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നേരെ താഴെ പോന്നു. താഴെ പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക, പിന്നെ ഫുഡ് അടിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് പെർഫ്യൂംസ് സാധനങ്ങളൊക്കെ വാങ്ങുക, നേരെ തിരിച്ച് റൂമിൽ പോവാം. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെയായി. ഇത് ലൈഫിൽ എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി. താങ്ക് യു അൽഹംദുലില്ലാ കുല്ലു ശുക്ർ അല്ലാഹ്. ഓക്കെ ബൈ. കൂടുതൽ കാഴ്ചകൾ കാണാം കേട്ടോ.